ഗൈസ്, നമുക്കിന്ന് 3 പേപ്പർ കൊണ്ട് ഒരു ക്യൂട്ട് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോട്ട്ബുക്ക് തയ്യാറാക്കാം. എന്നാവാ അതിനായിട്ട് ആദ്യം 3 പേപ്പർ എടുക്കുക. എന്നിട്ട് ആ പേപ്പർ മൊത്തം ലെവലാക്കുക. എന്നിട്ട് ഒരു സൈഡ് മേലെ നിന്ന് താഴോട്ട് മടക്കി കൊടുക്കുക. അതേ സൈഡ് തന്നെ മേലെ നിന്ന് താഴോട്ട് തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ കട്ട് ചെയ്യേണ്ട പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നല്ല വൃത്തിക്ക് മെനക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കിട്ടും. അല്ലാതെ വല്യം ചേട്ടനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെ നേർക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ആ പുറത്തേക്ക് തള്ളിക്കുന്ന ആ ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മളെ ബുക്ക് കിട്ടും. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഗ്ലൂ തേക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്കിതാ ഈ ഒരു ലെവലിലാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ലെവലിലാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി സ്റ്റാപ്ലെയറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 2 സൈഡിലും സ്റ്റാപ്ലെയർ ഇങ്ങോട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ വട്ടം ഞാൻ ഇവിടെയാണ് സ്റ്റാപ്ലെയർ ചെയ്ത് വെക്കുന്നത്. പിന്നെ അപ്പുറത്തും കൂടി സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബുക്ക് നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. എനിക്ക് തോന്നുന്നത് പശേനെക്കാട്ടി ബെറ്റർ നമ്മൾ സ്റ്റാപ്ലെയറാണ്. എന്നിട്ട് അതിലോട്ട് നമുക്ക് വേണ്ടത്രയും കളേഴ്സ് എടുക്കാം. ഞാൻ ഫസ്റ്റ് ഓറഞ്ച് വെള്ളയും പിന്നെ 2 കളർ പേർപ്പിളും ആൻഡ് റോസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഓറഞ്ച് വൈറ്റ് അത്ര പിടിച്ചില്ല. ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കുന്നൊരു ഇതും കൂടി ഇതിലുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളങ്ങോട്ട് കളർ ചെയ്യാം. ഞാൻ എന്തൊക്കെയൊക്കെയോ കാട്ടി കൊണ്ട് ചെയ്തിട്ടുണ്ട്. എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്ര രസമില്ലായിരുന്നു ഫൈനൽ ലുക്ക് കാണാൻ. ബട്ട് ഏറ്റവും രസം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ബുക്ക് ഉണ്ടാക്കുന്ന ആ സ്റ്റെപ്സാണ്. വളരെ ഈസിയാണ്. പിൻട്രസ്റ്റ് ക്യൂട്ടായിട്ട് നമുക്ക് ആ ബുക്ക് കിട്ടും. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ കളർ ചെയ്യുന്നുണ്ട്. താഴെക്കൂടി മേലെക്കൂടെ ഒക്കെ വരച്ചിട്ട് കുറച്ച് കളറൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഫൈനൽ ലുക്ക് വന്നപ്പം കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത് വേഗം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വേഗം പോകണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ആവുമോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ കാട്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ താഴത്തെ മേലത്തെയും പോർഷന് ഒരു കളറും കൊണ്ട് നന്നായിട്ട് വരച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നടുവത്തെ പോർഷനിൽ നമ്മളെ റോസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ചിങ്ങോട്ടായി അങ്ങനത്തെ ഒക്കെ ഒരു കളിയിലായിരുന്നു ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. ലൈൻ ആയിരുന്നില്ല, വളഞ്ഞ് കുറച്ച് ലൈൻ ആയിരുന്നു ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരകൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. കളർ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. ബാക്ക് പോർഷനൊന്നും ഞാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്ക് പെൻസിൽ കൊണ്ട് നമ്മളെ ചാനലിൻ്റെ പേര് കൊണ്ട് എഴുതി കൊടുക്കാം. ലിറ്റിൽ ക്യൂട്ടീസ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പം ഇതുവരെ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുറത്ത് നല്ല മഴയായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ചെറിയ സൗണ്ട്സൊക്കെ കേൾക്കുന്നത്. അപ്പം ഞാനങ്ങനെ ലിറ്റിൽ ക്യൂട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണേ മാത്രം കുറച്ച് കവായ് സ്റ്റിക്കേഴ്സും കൂടി ആവാം. അതും കവായ് സ്റ്റിക്കേഴ്സ് വേണോന്നല്ലല്ലോ. അത് എന്താ ഞാൻ ഫസ്റ്റത്തെ പറഞ്ഞത്, നല്ല ക്യൂട്ട് ആൻഡ് പിൻട്രസ്റ്റിക് ആവണം. അപ്പം അതിൻ്റെ ബെസ്റ്റായിട്ടല്ലേ കവായ് സ്റ്റിക്കർ. അങ്ങനെ ഞാനൊരു 3 കവായ് സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു കവായ് സ്റ്റിക്കറിൻ്റെ 2 കവായ് സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് മേലെ വെക്കണോ താഴെ വെക്കണോ നടുവിൽ വെക്കണോ എന്നൊക്കെ കൺഫ്യൂഷനായിരുന്നു. ബട്ട് അവസാനം ഞാൻ മേലെ തന്നെ വെച്ചു. അപ്പോഴാണ് ഞാൻ ഫോൺ എടുക്കുന്ന ഇത് ഒന്ന് ചെരിഞ്ഞു പോയത്. പിന്നെ ഞാൻ അടുത്ത കവായ് സ്റ്റിക്കർ താഴെയും കൂടി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കവായ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ്
ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നല്ല കുറേ പേജസൊക്കെ വരുന്ന വെറും 3 പേപ്പറും കൊണ്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി ക്യൂട്ട് ആൻഡ് പിൻട്രസ്റ്റിക് ആയിട്ടുള്ള ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.